ശ്രീ കെ പി നൗഷാദ് അലി, ഇവിടെ ഇപ്പോൾ പാർലമെന്റിനെ സംബന്ധിക്കുന്ന ഒരു വിഷയമല്ല, നിരവധിയായ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ പാർലമെന്റിൽ ചർച്ച നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പ്രതിപക്ഷം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ചട്ടം 193 അനുസരിച്ചുള്ള ചർച്ചകൾ പാർലമെന്റിൽ നടക്കുന്നില്ല, വോട്ടെടുപ്പില്ലാതെയുള്ള ചർച്ച അത് നടക്കുന്നില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. നേരത്തെ ശ്രീ എ സമ്പത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് ബില്ലുകൾ പോകുന്നില്ല, ആ പ്രശ്നമുണ്ട്. പ്രൈവറ്റ് മെമ്പർ ബില്ലുകളെ നെഗ്ലക്ട് ചെയ്യാണ്, ആ പതിവ് അവസാനിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അടിയന്തര പ്രമേയം രാജ്യത്ത് ഉണ്ടാവുന്ന വലിയ നീറുന്ന പ്രശ്നങ്ങൾ 0 അവറിന് ശേഷം അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനുള്ള സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അടിയന്തര പ്രമേയങ്ങളെ അവഗണിക്കുകയാണ്. ഇങ്ങനെ സാധാരണ നിലയിൽ എങ്ങനെയാണോ ഒരു ജനാധിപത്യത്തിൽ സക്രിയമായ ഒരു പാർലമെന്റ് പ്രവർത്തിക്കേണ്ടത്, അങ്ങനെയൊന്നും പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ പാർലമെന്ററി മൂല്യങ്ങളെല്ലാം കൈമോശം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിമർശനത്തിന്റെ കാതൽ. അപ്പോൾ പ്രതിപക്ഷത്തിന് അതുമായി ബന്ധപ്പെട്ട ഫൈറ്റ് എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അല്ല, പ്രതിപക്ഷത്തിൻ്റെ ഫൈറ്റാണല്ലോ അഭിലാഷ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച നടത്താൻ കാരണമൊക്കെ ഈ സംഭവ വികാസങ്ങളാണല്ലോ. 70ഓളം MP-മാരാണ് സ്പീക്കറെ കണ്ട് ഈ കാര്യത്തിൻ്റെ ഗൗരവാവസ്ഥ ബോധ്യപ്പെടുത്തിയത്. ഇവിടെ ഈ കുംഭമേളയെക്കുറിച്ച് ഇങ്ങനെ ജയേന്ദ്രൻ മാഷ് തിരിച്ചും മറിച്ചും പറയുന്നുണ്ടല്ലോ. രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹം തൊഴിലില്ലായ്മയെക്കുറിച്ച്, അതുപോലെ തന്നെ രാജ്യത്തെ വിലക്കയറ്റത്തെക്കുറിച്ച്, പാവപ്പെട്ടവൻ്റെ ജീവിത പ്രയാസങ്ങളെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താനാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ സ്പീക്കറുമായി ബന്ധപ്പെട്ട് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത്. അപ്പോഴാണ് അദ്ദേഹം സഭ നിർത്തിവെച്ച് ഓടിക്കളഞ്ഞത്. ഇവിടെ ഇത്തരത്തിലൊരു പ്രീസിഡൻസ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ ഏറ്റവും അധികം ഒരു വൈരനിര്യാതന ബുദ്ധി തോന്നേണ്ടത് മൊറാർജി ദേശായിക്കും ചരൺ സിംഗിനും ഒക്കെ ആയിരുന്നു. കാരണം അവർ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആദ്യമായിട്ടൊരു കോൺഗ്രസ് ഇതര മന്ത്രിസഭയെ നയിച്ചിരുന്ന ആളുകളായിരുന്നു. അന്ന് ഈ യോഗേന്ദ്ര ചൗഹാനും അതുപോലെ തന്നെ CM സ്റ്റീഫനും ഒക്കെ പ്രതിപക്ഷ നേതാക്കളായിരുന്നു. അവർക്ക് പോലും ഇത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടായിട്ടില്ല. വാജ്പേയി സോണിയാഗാന്ധിയോട് വലിയ കുലീനതയും മര്യാദയുമാണ് പ്രകടിപ്പിച്ചത്. കാരണം അവർക്കൊക്കെ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടായിരുന്നു, പൈതൃകത്തോടൊക്കെ വലിയ മതിപ്പുണ്ടായിരുന്നു. എന്നാൽ 2014 ശേഷം വന്ന ഈ ഗുജറാത്ത് ഓറിയന്റഡ് BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കച്ചവടങ്ങളിലും വെട്ടിപ്പിടുത്തങ്ങളിലും മാത്രമാണ് അവർക്ക് താല്പര്യമുള്ളത്. അവർ ജനാധിപത്യത്തെ ചവിട്ടി മെതിച്ച് കുഴച്ചരച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് ഒരു മനസാക്ഷി കുത്തുമില്ല. ഓം ബിർള എന്നൊക്കെ പറഞ്ഞാൽ അവരെന്തിച്ഛിക്കുന്നോ അത് കൽപ്പിക്കുന്ന ഒരാളായി മാറി ഈ സ്പീക്കർ പദവിയുടെ മഹത്വമൊക്കെ കളഞ്ഞു കുളിച്ച ഒരാൾ എന്ന നിലക്കായിരിക്കും നാളത്തെ ജനാധിപത്യ ചരിത്രത്തിൽ അടയാളപ്പെടാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ ജയേന്ദ്രൻ മാഷും BJPക്കാരും ഒക്കെ സ്ഥിരമായിട്ട് പറയുന്നുണ്ട്, ഈ സഭയിൽ പെരുമാറേണ്ട ഒരു രീതിയുണ്ട്, സഭാനാഥൻ പറയുന്നത് അനുസരിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവർ ഈ ജനസംഘത്തിൻ്റെയും BJPയുടെയും ചരിത്രത്തോടാണ് ഇവർ കൊഞ്ഞനം കുത്തുന്നത്. ഇന്ത്യൻ പാർലമെന്റിനകത്ത് വെച്ച് ജനസംഘം നേതാക്കളായ വാജ്പേയിയും അദ്വാനിയും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെന്താ സ്പീക്കറെ അനുസരിച്ച് കൊണ്ടാണോ? അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ബാങ്ക് നാഷണലൈസേഷനും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് നയങ്ങളും കൊണ്ടുവന്നപ്പോൾ വലിയ തോതിൽ പാർലമെന്റിനെ ശബ്ദായമാനമാക്കി പ്രക്ഷുബ്ധമാക്കിയവരായിരുന്നു ജനസംഘക്കാർ. ശ്യാമപ്രസാദ് മുഖർജിയെ ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം കാശ്മീരിന്റെ 370-ാം വകുപ്പിന്റെ വിഷയത്തിൽ ഉയർത്തിയ പ്രതിഷേധമായിരുന്നു അതിന് കാരണം. വ്യത്യസ്തങ്ങളായ പ്രതിഷേധങ്ങൾ എല്ലാ കാലത്തും രൂക്ഷമായി ഉയർത്തി മുന്നോട്ട് പോയി പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കിയ പശ്ചാത്തലമുള്ള ജനസംഘത്തിന്റെ പാരമ്പര്യം പേറുന്ന 80-ൽ രൂപീകരിച്ച BJPയുടെ 2014-ൽ കടന്നു വന്ന നേതാക്കളും ആ ശൈലിയൊക്കെയാണ് ഇപ്പോൾ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കട എന്ന് മറ്റേ സ്പീക്കർ പറഞ്ഞാൽ കിടന്നുകൊള്ളണം എന്ന മട്ടിലാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചിവിടെ നാണം കെടുന്നത്. വാജ്പേയിയുടെ ചരിത്രം, ശ്യാമപ്രസാദ് മുഖർജിയുടെ ചരിത്രം, ജനസംഘത്തിന്റെ ചരിത്രം, അദ്വാനിയുടെ, സുഷമാ സ്വരാജിന്റെ ഒക്കെ ചരിത്രം ഇവരെ കൊഞ്ഞനം കുത്തുകയാണ്. ഇവർക്ക് ചരിത്രത്തെ പറ്റി എന്തെങ്കിലും ഒരു അവബോധം വേണ്ടേ? ഇങ്ങനെയൊക്കെ നഗ്നമായി വന്നിട്ട് ഈ ജനാധിപത്യ വിരുദ്ധതയൊക്കെ ന്യായീകരിച്ച് മലർന്നു കിടന്ന് തുപ്പരുത് എന്നാണ് എനിക്ക് BJP പ്രതിനിധികളോടും ഇത് കണ്ടിരിക്കുന്ന BJP അനുഭാവികളോടും പറയാനുള്ളത്.